ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പഴംപൊരി കടകളിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ഇതുപോലൊരു പഴംപൊരി വീടുകളിൽ ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിക്കാറില്ലേ? ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നല്ലൊരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനോടൊപ്പം ഞാൻ ഇവിടെ മാതളനാരങ്ങ ഒരു സ്മൂത്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് മിസ് ചെയ്യാതെ കാണണം. Wow, it's delicious. ഇനി പഴംപൊരിക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ്. നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിനെ തൊലി കളഞ്ഞ് ഞാൻ രണ്ടായി പൊളിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഒരു മീഡിയം സൈസുള്ള പഴമാണ്, അതുകൊണ്ട് രണ്ടായി തന്നെ പൊളിച്ചെടുത്തേക്കാണ്. ഇതേമാതിരി നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി എടുക്കാം. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ദോശമാവ് പുളിച്ച മാവാണ്, ഞാൻ 1 ടീസ്പൂണ് ഇതിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഞാൻ കലക്കിയെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ എടുക്കാം. ദോശമാവ് പുളിയുള്ളത് ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചേക്കണത് നമുക്ക് മാവ് നല്ലപോലെ ഒരുവിധം പൊങ്ങി വരും. ഇതേമാതിരി കട്ടിയിൽ നമ്മൾ മാവ് എടുക്കണം. കാരണം കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ പഴുത്തുമ്പോൾ അധികം പിടിക്കില്ല. ഇതേ കട്ടിയിലെടുത്താൽ നമുക്ക് നല്ല പഴംപൊരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം. അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതേമാതിരി മുക്കി വറുത്തെടുക്കാം. ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് മുക്കി ഇട്ട് കൊടുക്കാം. ഞടിയൊന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേമാതിരി നമുക്ക് മറിച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി തയ്യാറായി കഴിഞ്ഞു. അതോടുകൂടി തന്നെ നമുക്ക് മാതളനാരങ്ങ നല്ലൊരു സ്മൂത്തി നമുക്ക് കാണാം. നമ്മൾ ഈ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മാതളനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് പൊളിച്ചെടുക്കാം. എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് പൊളിച്ച് നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. 1 ടീസ്പൂണ് തേന് ഞാൻ മുന്നേ ഒഴിച്ച് കൊടുക്കുകയാണ്, നമുക്ക് ഒരു ചെറിയ മധുരത്തിന് കൂടി. അങ്ങനെ പൊളിച്ച് വെച്ചിരിക്കുന്ന മാതളനാരങ്ങ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് പാല് നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കാം. 1/2 കപ്പ് പാല് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ തിളപ്പിച്ച് ആറിയ പാലാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ആവശ്യം പോലെ ഐസ് ഇട്ട് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇടാം. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ തണുപ്പ് കൂടി കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളും കൂടി ഞാൻ പറയാം. ഇത് ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്, ദഹനത്തിനും നല്ലതാണ്, ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. ഇടനേരങ്ങളിൽ ചെറിയ ഒരു സ്നാക്കിൻ്റെ കൂടെ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ സ്മൂത്തി അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. ഇത് വളരെ നല്ല ഒരു സ്മൂത്തിയാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി മുകളിൽ നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ചൂടുകാലത്തിലൊക്കെ ഇത് കുടിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ വേറെ സ്നാക്ക് അതേപോലെ തന്നെ സ്മൂത്തിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക.